ഓ അടിച്ചടിച്ചടിച്ചടി അടിച്ചടിച്ചടി ഓ അടിച്ചടിച്ചടിച്ചടിച്ച് കാളാഞ്ചി 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 ഓ ഓ അടിച്ചടി അടി അടി അടി. ഹായ് മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ മച്ചാമാരെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? കാണാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ കാണണം കേട്ടോ. നമ്മളെ 10 കിലോ കാളാഞ്ചി പിടിക്കുന്ന ഒരു വീഡിയോ ആണ്. ഭയങ്കര ഫീലിംഗ് ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, റോഡ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ടായി. റോഡ് അടിപൊളി റോഡാണ്, റോഡിന് യാതൊരു കുഴപ്പമൊന്നുമില്ല, അടിപൊളി റോഡാണ്. ഓക്കെ, അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ വൈകിട്ട് ഫിഷിങ്ങിന് പോയിട്ടുണ്ടായി. അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇടാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും ഈ വീഡിയോ കാണാം. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ അടുത്തൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വന്നായിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇൻട്രോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല അന്നേരത്ത്, അത് കാരണം. അപ്പോൾ നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കണം മാഗ്നസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിഷ് ആർട്ടിൻ്റെ തന്നെ ബോബി എന്ന് പറഞ്ഞ ലൂറും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പ് ലൂറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഡീപ്പുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ അത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഉടക്കി പോകും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സ്പിന്നിങ് റീലാണ് യൂസ് ചെയ്തേക്കുന്നത്, ബൈ കാസ്റ്റിങ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്പിന്നിങ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് ഡൈവയുടെ ഫാൻറ്റം ക്യാറ്റ് ഫിഷും അതുപോലെ തന്നെ നമ്മുടെ ഷിമാനോയുടെ CNA 3000 റീലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രൈഡ് വന്നത് നമ്മളെ ഈ റിക്കി മാരിയുടെ 30 LB ബ്രൈഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ മച്ചാമാരെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈവനിങ് കാസ്റ്റിംഗ് വന്നേക്കേട്ടോ. ഓക്കെ, നമുക്ക് പ്രോക്സി ഇട്ട് കാസ്റ്റ് ചെയ്യാം. പ്രോക്സി നല്ല സ്ട്രൈക്ക് തന്നെ ഒരു ലൂറാണ് കേട്ടോ, ഒരു മീഡിയം. ഇപ്പോൾ നല്ല ഇറക്കണം, അപ്പോൾ ഒരടി താഴ്ന്ന് വരുള്ളൂ. കാളാഞ്ചി അടിച്ചോളും, ചെമ്പല്ലിയും കണ്ടു കഴിഞ്ഞാൽ വിടൂല. ഈസ് എ വെരി വെരി ഡേഞ്ചറസ് ഫിഷ്. ഓക്കെ, ഭയങ്കര വെള്ളം ലോ ടൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇറങ്ങും വെള്ളം. ഇപ്പം ഏകദേശം ഇത്ര ആയിട്ടുണ്ട്, ഇത് പോരാ, ഇനിയും വെള്ളം ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റ് കാസ്റ്റിംഗ് പ്രോക്സി. ഫിഷാറിൻ്റെ ബോബിയുടെ ബോബി ഓ അടിച്ചടിച്ചടിച്ചടി അടിച്ചടിച്ചടി
ഫിഷ് ആർട്ടിൻ്റെ ബോബിയിൽ. ഓ കണ്ട ചെറുതാണ്ട, എവിടെയാണ് കുത്തണത്? ഓർഡർ ഓക്കെ. കല്ലുമ്മലേക്ക് കുത്തണ്ട. ഓഹോ കുറച്ച് ഡ്രൈവ് കൊടുക്കാം. അവന് കല്ലിൻ്റെ ഉള്ളിലേക്കാണല്ലോ പോണേ. ഇങ്ങോട്ട് പാടാ. ഓഹോ ഇച്ചിരി കല്ലുമ്മ ഉരയ്ക്കാൻ നോക്കണ്ട, ഇച്ചിരി പടപ്പനാണ്. ഓഹോ കല്ലിൻ്റെ ഉള്ളിൽ പോയി വിളിച്ചിട്ട് കൂടി എൻ്റെ പൊന്നെ എൻ്റെ ലോക്കാവും. പാടാ പുറത്തോട്ടോടാ. ചെറിയ കുളത്തിലുള്ളൂ. വേറെ വഴിയില്ല, അതാണ് തൂക്കിയെടുത്തത്. ഇനി സമാധാനം. ഓക്കെ, അടിക്കണ്ട. അപ്പോൾ ഫിഷ് ആർട്ടിൻ്റെ ബോബിയിൽ അടിച്ചേക്കണം മീനാട്ടാ. ഇതുണ്ടല്ലേ ഒരു 1 സംതിങ്. നമുക്ക് ആദ്യം കിട്ടിയൊരു കാളാഞ്ചുണ്ട്, ഒരു 1,200 റേഞ്ച് തന്നെ. ഓക്കെ, വീഡിയോ ഓണാണ്. ഇതേ ഫിഷ് ആർട്ടിൻ്റെ ബോബി. നമ്മുടെ കാലത്ത് നമുക്ക് മാഗ്നസ് ഒടിഞ്ഞു പോയി. നമ്മുടെ പ്ലെയർ കട്ട് ചെയ്തപ്പോൾ, അതായത് ഹുക്ക് എടുക്കാൻ നിവർത്തിയപ്പോഴാണ് ഒടിഞ്ഞു പോയത്. ഇതിപ്പോൾ ഞാനിത് കണ്ടില്ല. അപ്പോൾ കുറച്ച് ഡീപ്പ് ലൂർ അടിക്കണേ. അപ്പോൾ അത് കാരണം നമ്മുടെ ഫിഷ് ആർട്ടിൻ്റെ ബോബിയിൽ നമ്മൾ ഒരുപാട് ചെമ്പല്ലി പിടിച്ചിട്ടുണ്ട്. കാളാഞ്ചി ഫസ്റ്റാണ്. അപ്പോൾ നോക്കാം നമുക്ക്. ഇതാണ്ടില്ലേ ഒരു ഹുക്ക്, എൻ്റെ 2 ഹുക്കും കയറിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ. ഓക്കെ, നല്ല വലിച്ചേട്ടാ. ചെറുതാണെങ്കിലും ആൾ അടിപൊളിയായിട്ട് വലിച്ച്. ഓക്കെ ഗായ്സ്, ഹുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് കൊല്ലിയിലെടുത്തിടാം. വേഗം ചെറുതായതുകൊണ്ടാണെന്ന് തോന്നണം കേട്ടോ. എനിക്ക് പെട്ടെന്ന് കല്ലിൻ്റെ ഉള്ളിലേക്ക് ഓടി കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് കാണിക്കണം. അവൻ്റെ കംപ്ലീറ്റ് ചെമ്പലി ചെയ്യുന്നോട്ടാണ് ഇപ്പോൾ ഈ മീൻ ചെയ്യാൻ നോക്കിയത്. സാധാരണ വിട്ട് പോവുകയുള്ളൂ മീൻ പുറത്തോട്ടേക്ക്. ഇപ്പം വേഗം കല്ലിൻ്റെ ഉള്ളിൽ. ഇതാണ് ബോബി കേട്ടോ. ബോബിയുടെ ഒരുപാട് കളറുണ്ട് കേട്ടോ. ഫിഷ് ആർട്ടിൻ്റെ തന്നെയാണ് ലൂറ്. ഓക്കെ, നമ്മൾ വൈകിട്ടായ കാരണം നമ്മൾ ബൈക്ക് കാസ്റ്റിംഗ് റോഡ് എടുക്കാനത്. ഓക്കെ, കാരണം ഇപ്പോൾ കാറ്റുണ്ടാവും. അത്യാവശ്യം കാറ്റ് കുറവുണ്ട്. അല്ലെങ്കിൽ ഞാൻ കാറ്റുണ്ടാവും എന്ന് വിചാരിച്ചാണ് എടുക്കാൻ. കാരണം കാറ്റുള്ളപ്പോൾ എടുത്തിട്ട് കഴിഞ്ഞാൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കാസ്റ്റിംഗ് തുടങ്ങാം. ഓക്കെ, നല്ല വെയിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈവനിങ് ഇറങ്ങിയിട്ടും ഭയങ്കര ചൂടാണ്. കാല് പൊള്ളിയിട്ട് നിൽക്കാൻ പറ്റില്ല. ചെരുപ്പ് ഞാൻ വഞ്ചിയിലിട്ടേക്കാണ്. ചെരുപ്പിട്ട് നിന്നാൽ നമ്മൾ ചിലപ്പോൾ തെന്നാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫിഷ് ആർട്ടിൻ്റെ ബോബി ഒന്നുകൂടി കാണിച്ചു തരാം. അടിപൊളി സാധനമാണ്. നമ്മുടെ കയ്യിൽ കുറേ ഇത് ഇരിക്കണം. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ സീസണിൽ നല്ല ചെമ്പല്ലി പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വെറൈറ്റി കളറുകളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഏതായാലും നമ്മുടെ ആർക്കെ ഫിഷിംഗ് ടാക്സിലുണ്ട് മുതലുകൾ, ഫിഷ് ആർട്ടിൻ്റെ എല്ലാ ലൂറുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ CNAയിലാണ് നമുക്ക് പിടിച്ചേക്കണേ. CNA, അതുപോലെ തന്നെ ഫാൻറ്റം സ്നാപ്പർ, ഫാൻറ്റം ക്യാറ്റ് ഫിഷ് റോഡ് കേട്ടോ. ഓക്കെ, റിക്കി മാരിയുടെ ബ്രൈഡാണ് ഇതിനകത്ത് കിടക്കണേ. ഒക്കെ 30 LB ബ്രൈഡാണ്. MM ഒരു 24 mm അങ്ങാണ്ടാണ്. ഓക്കെ, അപ്പം മന്ദാപ്പ്. ഓ, അടിച്ചടിച്ച് കാളാഞ്ചി. ഓ, അത്യാവശ്യം നല്ല സൈസാണ് കേട്ടോ. ബോബിയിൽ അടിച്ചേക്കണേ. പോയിട്ടാ, പോയി ഒന്നും ചെയ്തിട്ടില്ല. അതെന്നെ വിട്ടു പോയതാണ്ട. ഓ, എന്താ ഒരു സൗണ്ട്. കറക്റ്റ് ഡ്രൈവൊക്കെ ആയിരുന്നല്ലേ. എനിക്ക് വേണേ ചെറുതായിട്ട് ചെകിളമ്മൽ എവിടെയെങ്കിലായിട്ട് കൊണ്ടിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓ, അടിപൊളി മീനായിരുന്നു കേട്ടോ.
വലിയ സൈസൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം അടിച്ചതിനേക്കാളും കുറച്ചും കൂടി സൈസ് ഉണ്ടെന്ന് തോന്നുന്നു ആ ഓട്ടം കണ്ടിട്ട്. നോക്കാം നമുക്ക്. ഡ്രാഗൊക്കെ നല്ല കറക്റ്റായിരുന്നു. പക്ഷെ ആൾക്ക് ഹുക്ക് ചെറുതായിട്ട് കൊണ്ടിട്ടുള്ളൂ, അതാണ് ആ പറ്റിയത്. ഓ അടി 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 അടി, ഞാനൊട്ടും പ്രതീക്ഷയില്ല. ചെമ്പല്ലി 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 ചെമ്പല്ലി, എൻ്റെ പൊന്നെ. ഓ അടിപൊളി കേട്ടാ. ഞാൻ പറയാം മാഗ്നസിലാട്ടോ അടിച്ചേക്കണേ. ഓക്കെ, ഏതോ ലോകത്ത് എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു, കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മുടെ ഫസ്റ്റ് അയ്യാ ചാടലടാ ചാടലടാ ചാടല. ഗ്രിപ്പർ എടുക്കട്ടെ. ഓക്കെ, ഫസ്റ്റ് ചെമ്പല്ലി ഇന്നത്തെ ഫസ്റ്റ് കേട്ടാ. ഓക്കെ മച്ചാമാരെ, നമ്മൾ അപ്പുറത്ത് കാസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണ് നടന്ന്. കാരണം അവിടെ ഇത്ര സമയമായിട്ട് പറഞ്ഞാൽ തൊട്ടില്ല. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കൂട്ടാ. നമ്മുടെ മാഗ്നസ് എന്താ ഇവൻ്റെ ഗ്രിപ്പ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കണില്ല കേട്ടോ. അപ്പോൾ മായ അടിച്ചു പിടിച്ചേക്കാം. നേരത്തെ മായ തുറന്നിട്ടുണ്ടായി. ഓക്കെ, മാഗ്നസിൻ്റെ നമ്മുടെ കളറിൻ്റെ പേരെന്താണോ? ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. സാധനം കണ്ടില്ലേ, പൊളിയാണ്. ഒരു അര കിലോ പോരട്ടാ, അതിൽ മേലുണ്ട്. ഒരു 600-650 ഗ്രാമൊക്കെ വരുന്ന ഒരു ചെമ്പല്ലി അടിച്ചേക്കണ മാഗ്നസ്. അതായത് അവിടെ വന്നിട്ട് കുറച്ച് സമയം കാസ്റ്റ് ചെയ്യണം നമ്മൾ. അവിടെ നിന്ന് കാസ്റ്റ് ചെയ്തിട്ട് ഒന്നും അടിക്കാണ്ടായപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ പേരാണ് തോന്നണത്. ഫസ്റ്റ് പേരാണ്. രണ്ടാമത്തെ പേരാണ് തോന്നണേട്ടാ. കാരണം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, മീൻ അടിക്കണമല്ലോ എന്താണെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടിക്കും അങ്ങനെ ചിന്തയിൽ ഒഴുകി. ആ സമയത്താണ് വലിച്ചേക്കണേ, പേടിച്ചു പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, കാസ്റ്റ് ചെയ്ത് നോക്കാം, അടുത്തതുണ്ടോ നോക്കാം. മിക്കവാറും അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്തൊരു ഇടിപെട്ട് വീഡിയോകളായിട്ട് ഉടൻ തന്നെ വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ് മന്ദ.